കേരളത്തിൽ ഇത്തരത്തിൽ മുന്നനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പൊ തിരുവനന്തപുരം MG കോളേജിൽ CI മോഹനചന്ദ്രൻ നായരെയും MG കോളേജിലെ പ്രിൻസിപ്പലിനെയും ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSSന്റെ പ്രവർത്തകരെ പിടികൂടി RSS പ്രവർത്തകരെ മാനുഷിക പരിഗണന കൊടുത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘവും വെറുതെ വിട്ടിരുന്നു. ആ സമീപനം ഇടതുപക്ഷം സ്വീകരിക്കില്ല. അഖില ലോക വർഗീയവാദിയായിട്ടുള്ള VSPയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പച്ച വർഗീയത പ്രസംഗിച്ചില്ലേ? ആ കേസ് മാനുഷിക പരിഗണന പ്രത്യേകം കൊടുത്ത് RSS പ്രചാരക സംഘത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുക്കാതെ വെറുതെ വിട്ടു, കേസ് പിൻവലിച്ച് വെറുതെ വിട്ടു. ആ സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ പരിശ്രമം നടത്തിയ VSPയുടെയും ബജ്രംഗ് ദളിന്റെയും ആ ജില്ലയിലെ ജില്ലാ നേതാക്കന്മാർ, ഭാവി സംഘപരിവാരത്തിന്റെ അഭിമാനപുത്രന്മാർ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇതിനോട് ചേർത്ത് 2-3 വാചകങ്ങൾ ഈ ചർച്ചയിൽ നിർബന്ധമായും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാങ്കേതികമായിട്ടെങ്കിലും കേരളം ഉയർത്തുന്ന മതനിരപേക്ഷപൂർണമായ സമ്മർദ്ദത്തിന് മുമ്പിൽ ഈ സംഘത്തെ ഈ ചർച്ചയിലെങ്കിലും തള്ളിപ്പറയാൻ BJP നേതാവ് തയ്യാറായി. അത് സ്വാഗതാർഹമാണ്, തർക്കമേതുമില്ല. പക്ഷെയോ BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? അവർ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെ കുറിച്ച് പറയുന്നില്ല? ഞങ്ങൾ മുനമ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ? മുനമ്പത്തെ ചൂണ്ടിക്കാട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും ഇറക്കി വിടില്ല. അവരോടൊപ്പം